ആയില്യം എന്നത് ആശ്ലേഷ എന്നറിയപ്പെടുന്ന 27 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഇതിനെ നാഗം എന്നും വിളിക്കുന്നു. ഇത് സർപ്പവുമായി ബന്ധമുള്ളതാണ്. ആയില്യത്തിൽ കന്നിമാസത്തിലെ ആയില്യം വളരെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അതിൽ നാഗദേവതകളെ ആരാധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്. ഈ ദിവസം നാഗാരാധന നടത്തുന്നത് കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമുണ്ടാകാനും ഐശ്വര്യവും സന്താന സൗഭാഗ്യവും ലഭിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കുക, നാഗരാജഗായത്രി ജപിക്കുക തുടങ്ങിയവ ചെയ്യുന്നത് നന്ന്. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം. ഭാരതീയ പുരാണപ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കളിൽ ഒന്നാണ് വാസുകി. വാസുകി കശ്യപമുനിയുടെയും കദ്രുവിന്റെയും പുത്രനാണ്. നാഗക്ഷത്രിയ വംശം ഇന്നും അതിന്റെ പരമ്പരകളാൽ അവരുടെ പ്രീതിക്കും കുലഗുരുവായ കശ്യപഗുരുവിന്റെ പ്രീതിക്കുമായി കാവുകളിൽ തിരിതെളിച്ച് തൊഴുത് 100 പാലും സമർപ്പിച്ച് സർപ്പബലി നൽകുന്നു. തറവാടുകളിലെ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിഷ്ഠയുള്ളയിടത്തും സർപ്പക്ഷേത്രങ്ങളിലുമെല്ലാം ഈ ദിവസം ഉത്സവമായി കൊണ്ടാടുന്നു. ഒരു മാസത്തിൽ 2 ആയില്യം വന്നാൽ സാധാരണ രീതിയിൽ 2ാമത്തെ ആയില്യമാണ് എടുക്കുക. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ആയില്യത്തിനാണ് പ്രാധാന്യം. കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. 100 പാലും പാൽപ്പായസം, കദളിപ്പഴം തുടങ്ങിയവ വഴിപാടുകളായി ആയില്യത്തിന് സമർപ്പിക്കുന്നതും നന്ന്. പാമ്പുമേക്കാവ്, ആമേട, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കന്നിമാസത്തിലും മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യവുമാണ് വിശേഷ ദിവസമായി ആഘോഷിക്കുന്നത്. നാഗലോകം തുറക്കുന്ന നാളുകൂടിയാണ് കന്നിമാസത്തിലെ ആയില്യം. ആയില്യം നാളിൽ വൃശ്ചിക ലഗ്നത്തിൽ ദ്വാദശി തിഥിയിൽ സർപ്പങ്ങൾ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം. സർപ്പം പാട്ടിൽ നാഗോൽപത്തിയിൽ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആയില്യനാൾ, വിശേഷിച്ച് കന്നിമാസത്തിലെ ആയില്യനാൾ നാഗാരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിനമായി കണക്കാക്കപ്പെടുന്നു. പുരാണങ്ങളിൽ ജലനാഗമായ ആയില്യന്റെ തലയിലെ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം എന്നും പറയുന്നു. 1000 നാവുള്ള അനന്തന്റെ അംശാവതാരമായി ശ്രീരാമ സോദരനായി ലക്ഷ്മണൻ പിറന്നതും ഒരു ആയില്യ നാളിലാണ്. ആയില്യ നക്ഷത്രത്തിന്റെ അതിദേവതയോ സർപ്പവുമാണ്. ഈ കാരണങ്ങളാലൊക്കെയാണ് ആയില്യം നാളിൽ സർപ്പപൂജകൾക്ക് ഏറെ പ്രാധാന്യവും കൈവന്നത്. അവതാര പുരുഷനായ സാക്ഷാൽ ശ്രീ പരശുരാമനാണ് കേരളത്തിലെ നാഗാരാധനയ്ക്ക് ആരംഭം കുറിച്ചതെന്നാണ് ഐതിഹ്യം. കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യവും ജലത്തിലെ ലവണാംശം കൂടുതലും കാരണം ഇവിടെ വാസയോഗ്യമല്ലായിരുന്നു അത്രേ. അതുകൊണ്ട് പരശുരാമൻ ഗുരുവായ ശ്രീ പരമേശ്വരന്റെ ഉപദേശം സ്വീകരിക്കുകയുണ്ടായി. നാഗദേവതകളെ പ്രീതിപ്പെടുത്തണമെന്ന് മഹാദേവൻ കൽപ്പിച്ച പ്രകാരം തപസ്സനുഷ്ഠിച്ച് നാഗരാജാവായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും ഭാർഗവരാമൻ പ്രത്യക്ഷപ്പെടുത്തി. സർപ്പങ്ങൾക്ക് പ്രത്യേക വാസസ്ഥലം നൽകുകയും പരിപാലിച്ച് പൂജകൾ ചെയ്യുകയും ചെയ്താൽ സർപ്പശല്യം ഉണ്ടാകുകയില്ലെന്നും ജലത്തിലെ ലവണാംശ നിവാരണത്തിന് പരിഹാരമുണ്ടാകുമെന്നും അവർ ഭാർഗവരാമനോട് അരുളി ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് ഭാർഗവക്ഷേത്രം കൃഷിക്കും താമസത്തിനും യോഗ്യമാക്കിയ പരശുരാമനാണ് നാഗങ്ങളെ എന്നേക്കുമായി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നതെന്നാണ് ഐതിഹ്യം. അതനുസരിച്ചാണ് ഭാരതഖണ്ഡത്തിൽ മറ്റെവിടെയും ഉള്ളതിൽ കൂടുതലായി നാഗാരാധനയ്ക്ക് ഇവിടെ ഭാർഗവക്ഷേത്രത്തിൽ അതീവ പ്രാധാന്യം തന്നെ കൈവന്നത്. പണ്ടുകാലം മുതലേ കേരളത്തിൽ പല വിധത്തിൽ നാഗാരാധന നടന്നു വന്നിരുന്നു. അതുപ്രകാരം നാഗക്ഷേത്രങ്ങളും സർപ്പക്കാവുകളും അനേകമായി ഇവിടെ ഉണ്ടായിരുന്നു. നാഗദേവതകളെ പരിപാലിച്ചാൽ അവ മനുഷ്യനെ സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഇവിടെ പണ്ടുമുതലേ നിലനിന്നു വന്നതിന് പ്രധാന കാരണമായി വർദ്ധിച്ചത് ഭാർഗവരാമൻ തന്നെയാണ്. പഴയകാലത്ത് സ്ത്രീകൾ നാഗഭണത്താലിയും നാഗരൂപ ലോക്കറ്റുകളും മാലകളും വളകളും മോതിരവുമൊക്കെ ധരിച്ചു വന്നിരുന്നതായി കാണാം. കേരളത്തിൽ ധർമ്മദൈവങ്ങളായും
പരദേവതകളായും നാഗദേവതകളെ പണ്ടുകാലം മുതലേ ഇവിടെ ആരാധിച്ചു വന്നിരുന്നു. മിക്ക തറവാടുകളിലും സർപ്പക്കാവുകളും വിളക്ക് വയ്ക്കലും സർപ്പപ്പാട്ടുമെല്ലാം ഇന്നും തുടർന്നു വരുന്നുണ്ട്. കന്നിമാസത്തിലെ ആയില്യം ഒരിക്കലെടുത്തു തൊഴുതാൽ അനേകമായില്യം തൊഴുതതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. സർപ്പപ്രീതിക്കും സർപ്പദോഷ പരിഹാരത്തിനും ആയില്യവ്രതമനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ്. ആയില്യത്തിൻ്റെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. ഈ നാളിൽ ഒരിക്കലെടുക്കുക അഥവാ ഒരിക്കലൂണ് മാത്രമേ പാടുള്ളൂ. മത്സ്യം, മാംസം, ലഹരി എന്നിവയെല്ലാം വർജിക്കണം. മനസ്സും ശരീരവും ശുദ്ധവും പ്രാർത്ഥനാ നിർഭരവുമായിരിക്കണം. പകലുറക്കം പാടില്ല. ഓം നാഗരാജായതേ നമ, ഓം നാഗദേവിയേ നമ എന്നിങ്ങനെ കഴിയാവുന്ന അത്രയും ജപിക്കണം. ആയില്യത്തിൻ്റെ അന്ന് നാഗക്ഷേത്രങ്ങളിലോ മഹാദേവക്ഷേത്രങ്ങളിലോ വിഷ്ണുക്ഷേത്രങ്ങളിലോ ഉപനാഗദേവതാക്ഷേത്രങ്ങളിലോ ആയില്യപൂജയും മറ്റു വഴിപാടുകളും നേർച്ചയായി സമർപ്പിക്കാം. സർവദോഷ പരിഹാരത്തിനും സർവ ഐശ്വര്യത്തിനും നടത്തുന്ന വഴിപാടാണ് ആയില്യപൂജ. ദോഷങ്ങളകലാൻ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും നൂറും പാലും നേരുന്നതും നന്ന്. ആയില്യത്തിൻ്റെ പിറ്റേന്ന് മഹാദേവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ബ്രഹ്മാവിൻ്റെ പൗത്രനായ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരാണ് നവനാഗങ്ങൾ എന്നാണ് വിശ്വാസം. കശ്യപൻ ഒരിക്കൽ തൻ്റെ ഭാര്യമാരായ കദ്രുവിനോടും വിനതയോടും ഇഷ്ടവരങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. തനിക്ക് 1000 നാഗങ്ങളെ സന്തതികളായി ലഭിക്കണമെന്ന വരമാണ് കദ്രു ആവശ്യപ്പെട്ടത്. കശ്യപൻ വരം നൽകിയതിനെ തുടർന്ന് കദ്രു 1000 മുട്ടകളിട്ടു. അവ വിരിഞ്ഞ് 1000 നാഗങ്ങളെ കദ്രുവിന് സന്തതികളായി ലഭിച്ചു. ഭൂമിയിൽ നാനാവിധമായ നാഗങ്ങളുടെ പാരമ്പര്യം തുടങ്ങുന്നത് ഇവിടെയാണ്. കന്നിമാസത്തിലെ ആയില്യനാളിലാണ് ഈ സർപ്പസന്തതികളെല്ലാം ജനിച്ചത്. ഇവരിൽ മൂത്ത പുത്രനായി അവതരിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശമായ അനന്തനായിരുന്നു. അനന്തൻ മുതൽ ജനിച്ച ആദ്യത്തെ 9 നാഗങ്ങളെയാണ് നവനാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അനന്തൻ, വാസുകി, കാർക്കോടകൻ, തക്ഷകൻ, പത്മൻ, മഹാപത്മൻ, ശംഖൻ, കാളീയൻ, കർക്കൻ എന്നിവരാണ് ഈ നവനാഗങ്ങൾ. ഇതിൽ കാളീയന് ഗുളികൻ എന്നൊരു പേരുകൂടിയുണ്ട്. അവരെ സ്തുതിച്ചുള്ള സ്തോത്രമാണ് നവനാഗ സ്തോത്രം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും ഈ നവനാഗ സ്തോത്രം ഭക്തിപൂർവം ശുദ്ധത കൈവരുത്തി ചൊല്ലാം. സർപ്പദോഷമകറ്റുന്ന മന്ത്രം ആയതിനാൽ കുട്ടികളില്ലാത്തവർക്കും ഗർഭിണികൾക്കു പോലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ജീവിതത്തിൽ സർവത്ര വിജയം നൽകുന്ന നാഗസ്തോത്രമാണ് നവനാഗസ്തോത്രം. കന്നിമാസത്തിലെ ആയില്യത്തിൽ എല്ലാ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലും വിളക്ക് തെളിയിക്കുകയും പ്രത്യേക പൂജകളും വിശേഷാൽ പൂജകളും ആട്ടവിശേഷങ്ങളും യഥാവിധി ഉണ്ടാവുകയും ചെയ്യും. ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി.